മൂൺ ലാമ്പിൻ്റെ ട്രെൻഡൊക്കെ കഴിഞ്ഞു എന്നറിയാം. പക്ഷെ ട്രെൻഡ് കഴിഞ്ഞ സാധനങ്ങൾ അവസാനം ചെയ്ത് ട്രെൻഡാക്കുകയാണല്ലോ നമ്മുടെ ഒരു ട്രെൻഡ്. മനസ്സിലായോ? മനസ്സിലായില്ലേലും പ്രശ്നമൊന്നുമില്ല. ഒന്നുമില്ലടോ, നമ്മളെല്ലാ ട്രെൻഡും കഴിഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ റീസൺ എന്താണെന്നറിയോ? കാരണം മൂൺ ലാമ്പ് ഉണ്ടാക്കാനുള്ള പ്ലാനൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഇത് എന്തോ ചെയ്തപ്പോൾ എന്തോ ആയ ഒരു ക്രാഫ്റ്റാണ്. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വേറൊരു ഐഡിയ ആയിരുന്നു. എന്താണെന്നറിയോ? ടെക്സ്ചർ ആർട്ട്. കാരണം നമുക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തിരുന്നു ഒന്ന് ട്രൈ ചെയ്യാൻ. ലേറ്റായി വല്ലാണ്ട് അങ്ങ് ലേറ്റായി. ടെക്സ്ചർ പെയിൻറ് ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ ആ ഒരു പേസ്റ്റ് ഉണ്ടാക്കാനുള്ള തത്രപ്പാടിൽ നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസും വൈറ്റ് സിമെൻറ്റും കൂടിയാണ് കേട്ടോ മിക്സ് ചെയ്തിട്ടുള്ളത്. അത് മിക്സ് ചെയ്യുന്നവരെ എനിക്ക് ഒടുക്കത്തെ കോൺഫിഡൻസ് ആയിരുന്നു ഇത് ശരിയാവുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലെ വരില്ലാന്ന്. പിന്നെ ഉണ്ടാക്കിയ സാധനം വേസ്റ്റാക്കി കളയരുതല്ലോ. അപ്പോഴാണ് മൂൺ ലാമ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പ്ലാസ്റ്റർ ഓഫ് പാരീസും വൈറ്റ് സിമെൻറ്റും ഏതോ ഒരു റേഷ്യോയിൽ എടുത്തിട്ട് അതിലേക്ക് ഒരു വൈറ്റ് പെയിൻറ്റും വെള്ളം കൂടി ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ആ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വേണ്ടിയിട്ട് ഫോം ഷീറ്റിൽ റൗണ്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കണേ. പിന്നെ നമ്മുടെ ഈ പേസ്റ്റ് ഈ ഫോം ഷീറ്റിൻ്റെ സ്ട്രക്ചർ കാരണം ചിലപ്പോൾ അതിൽ ഡയറക്റ്റായിട്ട് ഒട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഈ ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു സിംഗിൾ ലെയറിങ് കൊടുത്തിട്ടുള്ളത്. വീഡിയോ എടുക്കുന്ന സമയത്ത് ക്രാഫ്റ്റ് നോക്കുന്നതിന് പകരം വീഡിയോ നോക്കിയിരുന്നെങ്കിൽ ഈ വീഡിയോൻ്റെ പൊസിഷൻ ഒന്നും ശരിയാവും എന്നുള്ളത് എനിക്ക് പിന്നെ തോന്നി. കാരണം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഫോണിലേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നില്ല, ഡയറക്റ്റ് ക്രാഫ്റ്റ് നോക്കിയിട്ടാണ് കേട്ടോ ചെയ്തത്. അതാണ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീഡിയോൻ്റെ ഒരു സൈഡിൽ പോയിട്ട് നിൽക്കുന്നത്. നിങ്ങളിൽ പലരും ഓൾറെഡി മൂൺ ലാമ്പ് ട്രൈ ചെയ്തിട്ടുണ്ടാവൂലേ? നിങ്ങളുടെ റിസൾട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിട്ടല്ലെങ്കിലും എനിക്കിതിൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ പേസ്റ്റിൻ്റെ കളറ് എനിക്ക് കുറച്ചുകൂടെ ഡള്ളായി തോന്നിയപ്പോൾ കുറച്ചുകൂടെ വൈറ്റ് പെയിൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച ബാക്ക്ഗ്രൗണ്ടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു റൗണ്ടിലേക്ക് ഈ പേസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചുകൊണ്ട് തന്നെ ഭയങ്കര ഈസി ആയിട്ട് അതിൽ ഒട്ടുന്നുണ്ട്. അതിങ്ങോട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞു പോരൊന്നും ഉണ്ടായിരുന്നില്ലേ. ആദ്യം ഭയങ്കര സ്റ്റാൻഡേർഡിന് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടൊക്കെ ചെയ്തിട്ട് അതൊരു വഴിക്കാവില്ല എന്ന് കണ്ടിട്ട് കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ പിന്നെ ചെയ്തത്. അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്, ഭയങ്കര സാറ്റിസ്ഫൈങ് പരിപാടിയാണ്. ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കാരണം ഇതിൻ്റെ ഫൈനൽ ലുക്ക് അത് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാവും. നിങ്ങൾക്ക് ഭയങ്കര നമുക്ക് സ്വയം പ്രൗഡ് ഓഫ് ഫീൽ തരും. കൈ കൊണ്ട് ഇതൊക്കെ ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമ്മളടുത്ത് ഉണ്ടായിരുന്ന എല്ലാ സാധനവും വെച്ചിട്ട് ഇതിൽ ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മളൊന്ന് ടെക്സ്ചർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുണ്ടും കുഴിയും വരയും കുറിയൊക്കെ ആയിട്ട് നമുക്ക് പറ്റുന്ന പോലെ ഇതൊന്ന് അലങ്കോലാക്കിയെടുത്തിട്ടുണ്ട്. എന്ത് വേണേലും ചെയ്യാം കേട്ടോ. കാരണം ഇതിൻ്റെ ഫൈനൽ ലുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് രാത്രി തന്നെ വേണം. വലിയൊരു കുഴി ഉണ്ടാക്കി പിന്നെ അങ്ങനെ കുഴികളോട് കുഴികളായി. പിന്നെ എല്ലാവരും ഇതിന് പെയിൻറ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനും പെയിൻറ്റും തമ്മിലൊരു ബന്ധമില്ലാത്തതുകൊണ്ട്, അതായത് ചെയ്ത് കഴിഞ്ഞാൽ കൊളാവും എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ പെയിൻറ്റ് ചെയ്യാൻ നിന്നിട്ടില്ല. പെയിൻറ്റ് ചെയ്യാണ്ട് എങ്ങനെയുണ്ട് കാണാൻ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പ്ലാസ്റ്റിക് കവർ കൂട്ടി പിടിച്ചിട്ട് ഇതിലേക്ക് വെച്ച് അമർത്തി കൊടുത്തു വെച്ചാൽ അതിൻ്റെ ആ ഫൈനായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ലൈൻസൊക്കെ ഇതിൽ വരും. പിന്നെ സ്പഞ്ചിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് പിന്നെയും പ്ലാസ്റ്റിക് കവർ വെച്ച് അമർത്തുന്നുണ്ട്. പിന്നെ ഞാൻ പറയില്ല, ഇത് നല്ല രസമാണ് ചെയ്യാൻ. കൂട്ടുകാരുടെ ഒപ്പം പിന്നെ സിബ്ലിങ്സിൻ്റെ ഒപ്പമൊക്കെ ഒരു ഫൺ ആക്ടിവിറ്റി ആയിട്ട് നമുക്കിത് ചെയ്ത് നോക്കാം. കാരണം ഇതിലും നന്നായിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ക്രാഫ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇപ്പോൾ കൊടുക്കുന്ന ഈ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഉണ്ടല്ലോ, അത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇങ്ങനെ നമ്മളെ വലിയ കുഴികൾ വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ അറ്റമൊക്കെ ഭയങ്കര സ്ട്രക്ചർ ഇല്ലാണ്ട് നിൽക്കുക. ആക്ച്വലി അത് അങ്ങനെ കീപ്പ് ചെയ്യാണ് ചന്ദ്രന് ഭംഗി കേട്ടോ. പിന്നെ നമ്മൾ മീഷോന്ന് വാങ്ങിയ ക്ലേൻ്റെ ഒപ്പം കിട്ടിയ ടൂൾ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഈ ലൈൻസൊക്കെ കൊടുക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ആ സ്ട്രക്ചർ ഒന്ന് സെറ്റാക്കാൻ വെള്ളം യൂസ് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഷോർട്സ് ആയിട്ട് ഷൂട്ട് ചെയ്യാന്നുള്ളതുകൊണ്ട് നമ്മൾ ഹൊറിസോണ്ടലായിട്ട് എടുക്കാണ്ട് വെർട്ടിക്കലായിട്ടാണ് എടുത്തത്. അതാണ് ഈ വീഡിയോ ക്വാളിറ്റി കുറച്ച് കുറവായിട്ടുള്ളത്. നെക്സ്റ്റ് ടൈം എന്തായാലും നമ്മളൊരു ഐഡിയ വയ്ക്കും, ഏത് ലോങ് വീഡിയോ ആക്കണം, ഏത് ഷോർട്ട് വീഡിയോ ആക്കണം, അതിനനുസരിച്ചേ ഷൂട്ട് ചെയ്യുള്ളൂ. പിന്നെ ഇതിൻ്റെ ബോർഡർ നോർമലി എല്ലാവരും വുഡൻ വെച്ചിട്ടാണ് ചെയ്യാറ്. അതായത് അതിൻ്റെ സാധനങ്ങൾ വാങ്ങിയിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ കാർഡ്ബോർഡ് വെച്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കാർഡ്ബോർഡിൻ്റെ ലഭ്യതക്കുറവ് കാരണം നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ചാർട്ട് പേപ്പറാണ്. പിന്നെ ബ്ലാക്ക് യൂസ് ചെയ്യാനുള്ളൊരു റീസൺ കൂടെ ഉണ്ട്. ചാർട്ട് പേപ്പർ ലെങ്ത്തിൽ മുറിച്ചിട്ട് ഇതിൻ്റെ ഒരു സൈഡ് നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇതാക്കി മുറിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഷേപ്പിക്ക് റൗണ്ട് ഷേപ്പിക്ക് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം നമ്മൾ മൊത്തമായിട്ട് ആ കുഞ്ഞു കുഞ്ഞു പീസുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര കട്ടി തോന്നിയിട്ട് അതിൻ്റെ നടുവിൽ ഓരോന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് കേട്ടോ ആ റൗണ്ടിലേക്ക് ഇത് ഒട്ടിക്കുന്നത്. അപ്പോൾ ഭയങ്കര ഫ്ലെക്സിബിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റുമേ. പിന്നെ നമ്മൾ ഇതിൽ ഫെയറി ലൈറ്റാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. കാരണം കയ്യിലുണ്ടായിരുന്നത് അതാണ്. മീഷോയിലൊക്കെ ഭയങ്കര ചീപ്പായിട്ട് നമുക്കിത് കിട്ടുമല്ലോ.
ഇതിനേക്കാൾ നല്ലത് കുറച്ചുകൂടെ ഒരു ബെറ്റർ ലുക്ക് കിട്ടുക LED സ്ട്രിപ്സ് ഉണ്ടാവുമല്ലോ അത് വെച്ച് ചെയ്യുമ്പോഴാണ്. പക്ഷെ അതില്ലാത്തതുകൊണ്ട് ഇത് ചെയ്തു. പിന്നെ ഇതിൻ്റെ ബാറ്ററി പുറത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ അതിട്ടിട്ട് വീണ്ടും ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഫ്രെയിം മുകളിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡേ ടൈമിൽ വിത്ത് ആൻഡ് വിത്തൗട്ട് ലൈറ്റ് ഇതിൻ്റെ ലുക്ക് ഇങ്ങനെയാണ്. പക്ഷെ രാത്രിയാണ് ഇതിൻ്റെ ലുക്ക്. എന്തൊരു ലുക്കാണെന്നറിയോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മളിതിൻ്റെ ഫ്രണ്ടിൽ ബ്ലാക്ക് ചാർട്ട് കൊണ്ട് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി ഒരു 3D എഫക്റ്റ് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായോ നമ്മുടെ മൂണിനെ? ഇഷ്ടമായോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓൾവേസ് ബി യുവർ ഹാപ്പി സെൽഫ്.